ശിഖ, നീ ആ മുറി ഉപയോഗിച്ചു. ദേവേട്ടൻ ചൂണ്ടിയ മുറിയിലേക്ക് ഞാൻ നോക്കി. അവിടെ അത്യാവശ്യം വേണ്ടതെല്ലാമുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് ദേവേട്ടൻ ഏട്ടൻ്റെ മുറിയിലേക്ക് പോയി. ഞാനും മുറിയിലേക്ക് പോയി. അത്യാവശ്യം സൗകര്യമുണ്ട്. ഞാൻ ബാഗിൽ നിന്ന് ഡ്രസ്സും എടുത്ത് നേരെ ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. കുറച്ച് ദിവസം പൂട്ടിയിട്ട വീടല്ലേ, സാധനങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്. ഞാൻ ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്ത് ചായക്ക് വെച്ചു. അപ്പോഴേക്കും ദേവേട്ടൻ കുളി കഴിഞ്ഞു വന്നു. ആ, താൻ അടുക്കളയിൽ കയറിയോ? ഞാൻ ദേവേട്ടനെ നോക്കി ഒന്ന് ചിരിച്ചു. അത്യാവശ്യം വേണ്ടതൊക്കെയുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അതിനും ഞാനൊന്ന് ചിരിച്ചു. എന്തോ എനിക്ക് ദേവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു മടി. ആ കണ്ണുകൾ എന്നെ ദേവേട്ടനിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ. ഞാൻ ചായക്കപ്പ് ദേവേട്ടൻ നേരെ നീട്ടി. ദേവേട്ടൻ അതും വാങ്ങി ബാൽക്കണിയിലേക്ക് പോയി. ആ ശിഖ, താനിന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു ദേവേട്ട, ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ. അത് സാരമില്ല, തനിക്ക് ഇപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. താൻ പോയി കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ. ഇത്രയും യാത്ര ചെയ്തതല്ലേ. അതിനും ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. എന്താടോ, താനൊന്നും മിണ്ടില്ലെന്നുണ്ടോ? ഞാൻ എന്തു പറഞ്ഞാലും താൻ ചിരിച്ചു കാണിക്കുന്നു. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഒന്നുമില്ല ദേവേട്ട, എനിക്ക് ചെറിയൊരു തലവേദന, അതാ. ഓക്കെ, എന്നാൽ താൻ പോയി റെസ്റ്റ് എടുത്തോ. ഫുഡ് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ, അപ്പം ഞാൻ വിളിച്ചോളാം. ഞാൻ മുറിയിലേക്ക് പോയി. എന്തുകൊണ്ടോ എനിക്ക് ദേവേട്ടനോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പതറിപ്പോകുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും എനിക്കും ദേവേട്ടനും ഇടയിലുള്ള അകലം കൂടിക്കൂടി വന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും വല്ലപ്പോഴുമായി. പക്ഷേ ദേവേട്ടനെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ തോന്നി. എങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും ദേവേട്ടൻ്റെ ആ കണ്ണുകൾ എന്നെ ദേവേട്ടനിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ദേവേട്ടനിലേക്ക് അടുക്കാൻ എന്തോ ഒരു മടി. ഒരുപക്ഷെ ദേവേട്ടന് എന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതോർക്കുമ്പോൾ ഞാൻ വീണ്ടും അകലം പാലിക്കാൻ തുടങ്ങി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞാൻ പോലും അറിയാതെ ദേവേട്ടൻ എൻ്റെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. ദേവേട്ടൻ്റെ അമ്മ പറഞ്ഞതുപോലെ താലി കെട്ടിയവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും ഒരു പെണ്ണിന് അവനെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അത് എത്രയോ ശരിയായ കാര്യമാണ്. എൻ്റെ ചേച്ചിയുടെ ഭർത്താവായി ഞാൻ കണ്ടയാളാണ് ദേവേട്ടൻ. പെട്ടെന്നൊരു ദിവസം അതെല്ലാം മാറി മറിഞ്ഞു. പക്ഷേ എനിക്ക് ദേവേട്ടനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ദേവേട്ടൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് ഞാൻ പലപ്പോഴും അറിയുന്നുണ്ട്. ഇപ്പോൾ 5 മാസമായി ഞങ്ങളിവിടെ എത്തിയിട്ട്. ദേവേട്ടൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണ്. ചിലപ്പോഴൊക്കെ ദേവേട്ടൻ വരാൻ വൈകും. എനിക്കാണെങ്കിൽ രാത്രി ഒറ്റയ്ക്കിരിക്കുന്നത് പേടിയാണ്. അതിൻ്റെ കാരണം പിന്നെ പറയാട്ടോ. ദേവേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാകില്ല. ഞാനപ്പോൾ ദേവേട്ടൻ്റെ മുറിയിലേക്ക് ചെല്ലും. ആ മുറിയിൽ എനിക്ക് ദേവേട്ടൻ്റെ സാന്നിധ്യം അനുഭവപ്പെടും. കുറച്ചു നേരം ആ മുറിയിലിരിക്കും. ഞാൻ പോലും അറിയാതെ അത്രയും ആഴത്തിൽ എന്നിൽ ദേവേട്ടൻ നിറഞ്ഞിരുന്നു. ശിഖ, തനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? എന്താ ദേവേട്ടൻ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്ക് നാളെ ഡൽഹി വരെ ഒന്ന് പോകണം. ഒരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. 3 ദിവസം കഴിയും വരാൻ. അത്രയും ദിവസം താനിവിടെ ഒറ്റയ്ക്ക്, അതാ ചോദിച്ചത്. ദേവേട്ടൻ അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് പേടിച്ചു. കാരണം പകൽ എത്ര നേരം വേണമെങ്കിലും ഞാൻ തനിച്ചിരിക്കും. പക്ഷേ രാത്രി അതെനിക്ക് പേടിയാണ്. ശിഖ, തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? താൻ വേണേൽ ഞാൻ വരുന്നത് വരെ വീട്ടിൽ പോയി നിന്നോ. ഞാൻ വന്നിട്ട് വന്നാൽ മതി. വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ എന്തോ എനിക്ക് ദേവേട്ടനില്ലാതെ ഒറ്റയ്ക്ക് പോകാൻ തോന്നിയില്ല. ശിഖ, താനൊന്നും പറഞ്ഞില്ല. താൻ വീട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല ദേവേട്ട, ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ശരി, പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, അതാ. പേടിയൊന്നും വേണ്ട, ദേവേട്ടൻ പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം. ശരി. എടോ, തനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ ബാഗൊന്ന് പാക്ക് ചെയ്യുമോ? 3 ദിവസത്തേക്കുള്ളത് മതി. ഞാൻ പാക്ക് ചെയ്താൽ ശരിയാവില്ല. ദേവേട്ടൻ ഒന്ന് മടിച്ചു പറഞ്ഞു. അതിനെന്താ, ഞാൻ ചെയ്തോളാം. ദേവേട്ടന് വേണ്ടതെല്ലാം ബെഡിലെടുത്ത് വെച്ചേക്ക്, ഞാനെല്ലാം പാക്ക് ചെയ്തോളാം. ദേവേട്ടന് നാളെ എപ്പോഴാണ് പോകേണ്ടത്? എനിക്ക് നാളെ രാവിലെ പോകണം. ഞാൻ എല്ലാം എടുത്തു തരാം. അതും പറഞ്ഞ് എൻ്റെ കവിളിലൊന്നും തടയോടിയിട്ട് ദേവേട്ടൻ മുറിയിലേക്ക് പോയി.
ദേവേട്ടൻ്റെ കരസ്പർശമേറ്റപ്പോൾ ഞാൻ പൊള്ളിപ്പിടഞ്ഞുപോയി. അങ്ങനെയൊന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ശിഖ, ഞാൻ പോകുക. ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തുണ്ടേലും എന്നെ വിളിക്കണം. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലേൽ വിഷമിക്കണ്ട, ഞാൻ തിരിച്ചു വിളിച്ചോളാം. അതും പറഞ്ഞ് ദേവേട്ടൻ എൻ്റെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. എൻ്റെ കൈകാലുകൾ വിറയൽ കൊണ്ടു. ശരീരമാകെ വൈദ്യുതി പ്രവഹിക്കും പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ദേവേട്ടനിൽ നിന്ന് അകന്നു മാറി. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞ് ദേവേട്ടൻ പോയി. എനിക്കാകെ മൊത്തം ഒരു തരിപ്പായിരുന്നു. ഒരുപക്ഷെ ഞാനും അത് ആഗ്രഹിച്ചിരുന്നോ? ദേവേട്ടന് എന്നെ ഇഷ്ടമാണോ? ആ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ആകെ മൊത്തം ഒരു പിടച്ചിലായിരുന്നു. 3 ദിവസങ്ങൾ എനിക്ക് 3 യുഗങ്ങൾ പോലെ തോന്നി. 2 ദിവസം എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചുകൂട്ടി. നാളെ എന്തായാലും ദേവേട്ടൻ വരുമല്ലോ. അതോർത്തപ്പോൾ എൻ്റെ ചുണ്ടിൽ ചെറിയൊരു ചിരി സ്ഥാനം പിടിച്ചു. ദേവേട്ടൻ എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഓരോന്നും ആലോചിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. ഇവളത് എവിടെ പോയി കിടക്കുന്നു? എത്ര നേരമായി ഞാൻ ബെല്ലടിക്കുന്നു. ഇവളത് വാതിൽ തുറക്കാത്തത്? ഇനി പുറത്തേക്കെങ്ങാനും പോയോ? ഒന്ന് വിളിച്ചു നോക്കാം. അവൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. പക്ഷെ അവൾ കോൾ എടുക്കുന്നില്ല. ഇവളെന്താ ഫോൺ എടുക്കാത്തത്? എവിടെ പോയതാവും? അപ്പോഴാണ് സ്പെയർ കീ കയ്യിലുള്ള കാര്യം അവന് ഓർമ്മ വന്നത്. അവൻ ബാഗിൽ നിന്ന് കീ എടുത്ത് വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിളിൽ തലവെച്ച് കിടക്കുന്ന ശിഖയെയാണ്. ഇവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ശിഖ, താൻ ഇതിനകത്തുണ്ടായിരുന്നോ? എന്നിട്ടെന്താ വാതിൽ തുറക്കാതെ ഇരുന്നത്? ഞാൻ എത്ര നേരമായി ബെല്ലടിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് താൻ എടുത്തതുമില്ല. എന്തുപറ്റി? അവൻ ബാഗിൽ നിന്ന് കൊണ്ടുപോയതൊക്കെ പുറത്തേക്ക് എടുക്കുന്നതിനിടയിൽ ചോദിച്ചു. മറുപടിയൊന്നും കാണാതായപ്പോൾ അവൻ അവളെ നോക്കി. അവൾ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇവൾക്കിത് എന്തുപറ്റി? ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. ശിഖ, താൻ എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ അവളെ തൊട്ടതും കൈ വേഗം പുറക്കോട്ട് വലിച്ചു. ശിഖ, ശിഖ, കണ്ണു തുറക്ക്. അവൻ അവളെ എത്ര വിളിച്ചിട്ടും ഒരനക്കവുമില്ല. എൻ്റെ കൃഷ്ണ, ഇവൾക്കിതെന്തു പറ്റി? അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടല്ലോ. അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവളെ എടുത്ത് ഒറ്റ ഓട്ടമായിരുന്നു. യഷ്, എടാ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? വിഷ്ണു, നീ ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം ഒന്നുമില്ല. ആ കുട്ടി എന്തോ കണ്ട് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ആ പനി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പനി കുറവുണ്ട്. പക്ഷേ എന്താടാ വിഷ്ണു, സാധാരണ ഈ സമയം കൊണ്ട് ബോധം വരേണ്ടതാണ്. പക്ഷെ ഇത്രയും നേരമായിട്ടും ആ കുട്ടിക്ക് ബോധം വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ 3 മണിക്കൂറായി. നീ പേടിക്കുകയൊന്നും വേണ്ട. ചിലപ്പോൾ പേടിച്ചതിൻ്റെ ഷോക്കായിരിക്കും. നമുക്ക് നോക്കാം. എടാ, വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ആകെ പേടിയാകുന്നു. ഞാൻ അവളെ കുറേ വിളിച്ചിട്ടും മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടും ഒന്നും അവൾക്ക് ബോധം വന്നില്ല. ഇപ്പം നീ പറയുന്നത് കൂടി കേട്ടപ്പോൾ എനിക്ക് ആകെ പേടിയാകുന്നു. എടാ വിഷ്ണു, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അവൾക്ക് വേറെ ഒരു കുഴപ്പവുമില്ല. മരുന്നുകളോട് റിയാക്ട് ചെയ്യുന്നുമുണ്ട്. നീ വെറുതെ പേടിക്കുകയൊന്നും വേണ്ട. എടാ, അവളൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പം വേണ്ടടാ, കുറച്ച് കഴിയട്ടെ. അവൾക്ക് ബോധം വരട്ടെ, എന്നിട്ട് കാണാം. പിന്നെ വിഷ്ണു, നീ അവളുടെ ചേച്ചിയല്ലേ കല്യാണം കഴിക്കാനിരുന്നത്? പിന്നെ എങ്ങനെ ഇവളെ? എടാ, അതൊരു നീണ്ട കഥയാണ്. ദേവൻ അവിനാഷിനോടെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പോഴും? എടാ, നിനക്ക് അവളെ ഇഷ്ടമാണോ? അവളെ നിന്റെ ഭാര്യയെ അംഗീകരിക്കാൻ പറ്റുമോ നിനക്ക്? എടാ, അത് അല്ല, നീ ഇപ്പോൾ എന്താ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്? വേറൊന്നുമല്ല, ശിഖ മയക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. നിന്നെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നെ അവൾക്ക് ഒത്തിരി ഇഷ്ടമാടാ. നീ അവളെ അംഗീകരിച്ചില്ലെങ്കിലോ എന്നുള്ള പേടി കാരണമാണ് അവളത് നിന്നോട് പറയാതിരുന്നത്. അത് കേട്ടതും ദേവനൊന്ന് ഞെട്ടി. പെട്ടെന്ന് ദേവന്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോണുമായി പുറത്തേക്ക് പോയി. കണ്ണു തുറന്നപ്പോൾ ശിഖ കണ്ടത് കരഞ്ഞു തളർന്നു നിൽക്കുന്ന അവളുടെ അമ്മയെയാണ്. ചുറ്റും നോക്കിയപ്പോൾ അച്ഛനുമുണ്ട്. അവരു മാത്രമല്ല, ദേവേട്ടന്റെ അച്ഛനും അമ്മയും വിച്ചുവും എല്ലാവരുമുണ്ട്. അവളുടെ കണ്ണുകൾ വീണ്ടും ആ മുറിയിൽ ഓടി നടന്നു. ഒടുവിൽ അവൾ കണ്ടു മുറിയുടെ മൂലയ്ക്കൽ നിൽക്കുന്ന ദേവേട്ടനെ. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി. അമ്മു, മോളെ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ദേവേട്ടന്റെ അമ്മയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ. എന്താ മോളെ പറ്റിയത്? മോള് എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താ ഉണ്ടായത്? അത് അമ്മേ, ഞാൻ പേടിപ്പനിയാണെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറയാം.
എൻ്റെ അമ്മ രംഗത്ത് വന്നു. ഞാൻ അമ്മയെ വേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടി. വേറൊന്നും ഉണ്ടായി കാണില്ല. ഒന്നുകിൽ ഇവൾ എന്തെങ്കിലും നിഴലോ ഒച്ചയോ കേട്ട് കാണും, അല്ലെങ്കിൽ കരണ്ട് പോയി കാണും. അമ്മു, ഇതിലേതാ ഉണ്ടായത്? ഞാൻ അമ്മയെ ഒന്ന് ദഹിപ്പിച്ചു നോക്കി. രാധികയെ, എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എൻ്റെ ഗായത്രി, ഇവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. അമ്മ അത് പറഞ്ഞതും ഞാൻ പതിയെ ദേവേട്ടനെ നോക്കി. ആ കണ്ണിൽ നല്ല ദേഷ്യം കാണാം. ഇവള് പകൽ ഒറ്റയ്ക്ക് ഇരിക്കും, രാത്രി ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്. എന്തെങ്കിലും ഒച്ചയോ അനക്കവോ കേട്ടാൽ പേടിച്ച് എൻ്റെ സാരിക്കിടയിൽ ഒളിക്കും. പക്ഷേ ഇങ്ങനെ പനി വരാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതല്ല, കറണ്ട് പോയി കാണും. കറണ്ട് പോയാൽ ഇങ്ങനെ ആരെങ്കിലും പേടിക്കുമോ? അതും പനി വരണമെങ്കിൽ അതിലും എന്തോ ഉണ്ടല്ലോ. ദേവേട്ടൻ്റെ വകയായിരുന്നു ചോദ്യം. ഞാൻ ദേവേട്ടനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അമ്മേ പ്ലീസ്, വേണ്ട, അതിപ്പോൾ പറയണ്ട. അതെന്താ ഇപ്പം പറഞ്ഞ? ദേവേട്ടൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മോനെ, അത് വേറൊന്നുമല്ല. പണ്ട് ഇവൾക്ക് അന്ന് 10 വയസ്സ് കാണും. അന്ന് ഇവളും പ്രിയമോളും കൂടി ഇരുന്ന് കളിക്കുകയായിരുന്നു. രാത്രിയായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ മോൻ അതിലും ഉണ്ടായിരുന്നു. കൂടെ ഇവർ കളിക്കുന്നതിനിടയിൽ കരണ്ട് പോയി. അപ്പോൾ അതിൽ ഇവളെ ഒന്ന് പേടിപ്പിച്ചു. അവൻ ഏതോ ഒരു മുഖമുടി എടുത്തിട്ട് പേടിപ്പിച്ചത് അവൾ ശരിക്കും പേടിച്ചു പോയി. അലമുറയിട്ട് കരയാൻ തുടങ്ങി. പക്ഷേ മുകളിലെ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേട്ടില്ല. ഇവളുടെ കരച്ചിൽ ഞങ്ങൾ ആരും കേട്ടതുമില്ല. അവനാണെങ്കിൽ ഓടിക്കളഞ്ഞു. കുറെ നേരമായിട്ടും ഇവളെ കാണാതായപ്പോൾ ഞാൻ അന്വേഷിച്ച് മുകളിലേക്ക് ചെന്നു. അപ്പോൾ ദേ ബോധം കെട്ട് കിടക്കുന്നു. ഒപ്പം അന്ന് ചെറിയ രീതിയിൽ ഫിക്സ് വരികയും ചെയ്തു. അന്ന് 2 ദിവസം ഇവൾ പനിച്ചു കിടന്നു. വളരുന്നതിനൊപ്പം ആ പേടിയും ഒപ്പം വളർന്നു. പിന്നെ എപ്പോൾ കരണ്ട് പോയാലും ഇവളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം കരണ്ട് പോയി കാണും. അപ്പോഴാണ് ദേവന് സെക്യൂരിറ്റി പറഞ്ഞത് ഓർമ്മ വന്നത്. സാറേ, ഇന്നലെ എന്താ പറ്റിയതെന്നറിയില്ല. വൈകുന്നേരമായപ്പോൾ കരണ്ട് പോയി. ഇവിടെ എല്ലാവരും ഇലക്ട്രിസിറ്റിക്ക് ഫോൺ ചെയ്തെങ്കിലും കറണ്ട് വന്നില്ല. സാറിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ ഫ്രിഡ്ജ് അടിച്ചു പോയി. ഇന്ന് വെളുപ്പിനാണ് കറണ്ട് വന്നത്. സാർ ഫ്ലാറ്റിൽ ചെന്ന് നോക്ക്, എന്തെങ്കിലും കേടുപാടുണ്ടോന്ന്. മോനെ ദേവാ, അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നുണർന്നത്. ആ, എന്താ അമ്മേ? മോനെ, ഞങ്ങൾ ഇവിടെ നിൽക്കാം, മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ഏയ്, അത് സാരമില്ല. നിങ്ങൾ നേരെ ഇങ്ങോട്ടല്ലേ വന്നത്? നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഇവിടെ നിന്നോളാം. മോനെ, അത് മതി, ദേവേട്ടൻ ഒന്ന് കനപ്പിച്ചു പറഞ്ഞു. എങ്കിൽ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾക്കുള്ള ഫുഡും റെഡിയാക്കിക്കൊണ്ട് വരാം. അതും പറഞ്ഞ് അവരെല്ലാവരും പോയി. അവർ പോയതും ദേവേട്ടൻ്റെ നോട്ടം എന്നിലേക്കായി. എൻ്റെ ദേവി, ഇങ്ങനെ കൊല്ലുവോ? ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ശിഖ, പെട്ടെന്നുള്ള വിളി കേട്ട് ഞാനും ദേവേട്ടനും വാതിൽക്കലേക്ക് നോക്കി.